ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കൽപ്പാത്തി തീരെ നടക്കുന്നിടത്ത് വന്നതാണ്. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ കൽപ്പാത്തി നടക്കുന്ന തേരാണിത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഞങ്ങൾ വീഡിയോ പിടിക്കാൻ വേണ്ടി വന്നതാണ്. കൽപ്പാത്തിയുടെ ഭാഗത്തായിട്ടും പിന്നെ അതുപോലെ ഒലോക്കോട് എല്ലാം ഞാൻ നമ്മുടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കൽപ്പാത്തി ഗ്രാമത്തിലോട്ട് കിടക്കുന്ന ആ ഫസ്റ്റ് എൻട്രൻസ് തൊട്ട് ഒരുപാട് ദൂരം ഈ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് സ്റ്റാളുകളുണ്ട്. ടോയ്സുകളും വീട്ടുപകരണങ്ങളായിട്ടും ഒരുപാട് സ്റ്റാളുകളാണുള്ളത്. ഇതെല്ലാം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഞങ്ങൾ രണ്ടും അപ്പുറവും ഇപ്പുറവും കുറേ ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ ദൂരം നടന്നാണ് കൽപ്പാത്തി രഥത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നത്. നസീറയാണെങ്കിൽ കീ ചെയിന് പേരെഴുതാൻ വേണ്ടിയിട്ട് എല്ലായിടവും തിരക്കിക്കൊണ്ട് നടക്കുക. അവളെപ്പോഴും ഇങ്ങനെ കീ ചെയിന് കണ്ടു കഴിഞ്ഞാൽ അതിൽ പേരെഴുതുന്നുണ്ടെങ്കിൽ അവളുടെയും ഭർത്താവിൻ്റെയും കൂടെ പേരെഴുതി മേടിപ്പിക്കും കേട്ടോ. അത് അവൾക്കൊരു എന്താണെന്നറിയില്ല, അവൾക്കൊരു വീക്ക്നെസ്സാണ്. ഒരുപാട് ഐറ്റംസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. നെല്ലിക്കായും മാങ്ങ, ക്യാരറ്റ്, ഇത്രയുള്ള പിന്നെ ഇവിടെ സർബത്തൊക്കെ ഉണ്ട്. കണ്ടിട്ട് കൊതി വന്ന് വായിക്കൂടെ കുറേ വെള്ളവും വന്നിട്ടാ. ഇത് കണ്ട എല്ലാവർക്കും വായിക്കൂടെ വെള്ളം ഊറുമല്ലേ. ഇതാണ് കൽപ്പാത്തി ഹോമിയോ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ഇവിടെ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. അമ്മൂമ്മ ആണെങ്കിൽ തത്തയെ കൊണ്ട് പ്രവചിക്കാനായിട്ടിരിക്കുക, കൈനോട്ടം. ഇത് കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ചുള്ള സൗജന്യ ക്യാമ്പാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യലും കടല ഐറ്റംസൊക്കെ പാക്ക് ചെയ്യലും സെയിലും കാരണം കറക്റ്റായിട്ട് വീഡിയോസൊന്നും എഡിറ്റ് ചെയ്തിടാനായിട്ട് പറ്റുന്നില്ല. ഫുൾ ടൈം ബിസിയാണ്. ഞങ്ങളവിടെ എത്തിയ സമയം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഒരുപാട് തിരക്കൊന്നുമില്ല. തിരക്കുണ്ട് എങ്കിലും ഞങ്ങൾക്ക് നടന്നു പോയി വീഡിയോ എടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നു. പിന്നെ വൈകിട്ടൊക്കെ ആയാൽ സൂചി ഇട്ടാൽ തറയെ വീഴത്തില്ല, അത്രയും തിരക്കാണ്. പിന്നെ രഥം വലിക്കുന്നതിൻ്റെ ടൈം ആകുമ്പോൾ അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, അത്രയും ജനങ്ങളാണ് ഇവിടെ. എന്നാലും ഞങ്ങളെ പോയ ടൈം നല്ല ടൈമായിരുന്നു. പിന്നെ ഒരുപാട് കളിപ്പാട്ടങ്ങൾ കിടക്കുന്ന മേടിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഒരു ദിവസം എങ്ങാനും പിള്ളേരെ ആ കൗതുകം കൊണ്ട് കളിക്കും, പിന്നെ എടുത്ത് ആക്രി പറക്കിയിടും. അതുകൊണ്ടൊന്നും മേടിച്ചില്ല. നല്ല ഭംഗിയുണ്ടല്ലേ ഗായ്സ്. അവിടെ ഒരു അപ്പൂപ്പൻ നിന്ന് എല്ലാവർക്കും മോരും വെള്ളം കൊടുക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ അത് മേടിച്ച് കുടിക്കുന്നുണ്ട്. ഞാനങ്ങനെ അടുത്ത് പോയി നോക്കിയപ്പോൾ എനിക്കെന്തോ കുടിക്കാനായിട്ട് മനസ്സ് വന്നില്ല. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള കളിപ്പാട്ടങ്ങളും ചെരുപ്പുകളും ഇതുപോലെ നമ്മുടെ മുറവും കൊട്ടയും വട്ടയും എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവിടെ വിൽക്കാനായിട്ട് സ്റ്റാളുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും തന്നെ എനിക്കിതൊന്ന് കളയാനായിട്ട് തോന്നിയില്ല. ചിരട്ട വെച്ച് ചെയ്തെടുത്തിരിക്കുന്ന ഐറ്റംസാണ് ഇരിക്കുന്നതെല്ലാം. മുറം 3 എണ്ണം 100, 5 എണ്ണം 100. നമ്മൾ ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ
രൂപ ഏതെടുത്താലും 120 രൂപ കളിപ്പാട്ടങ്ങൾ ഏതെടുത്താലും 120 രൂപ ഡോക്ടർ സെറ്റ് 120 രൂപ ബൊമ്മ 120 രൂപ 120 രൂപ 120 രൂപ കളിപ്പാട്ടങ്ങൾ 120 രൂപ സെറ്റിലിടണം. ഏതെടുത്താലും 100. ഇത് കാണുമ്പോൾ പണ്ടത്തെ വളമാമിയും കുപ്പിവളയുമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങൾ പണ്ട് ഇത് കണക്ക് മേടിച്ചിടുമായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള കുറേ കുങ്കുമങ്ങളാണ്. അതിടാനുള്ള കുഞ്ഞ് കുങ്കുമം ഇട്ടേക്കുന്ന കുഞ്ഞ് പാത്രമുണ്ട്. ഇത് കണ്ടോ, ഓയിലൊഴിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഓടുന്നു. ഇത് നമ്മൾ പണ്ട് ഇട്ടിട്ടില്ലേ മൈലാഞ്ചി? കൃഷ്ണനെ വാങ്ങിക്കോ. ഇത് മുറ്റത്തൊക്കെ കോലം വരയ്ക്കുന്നതിൻ്റെ അച്ചാണ് കേട്ടോ. ഏകദേശം ഇപ്പോൾ 1 കിലോമീറ്ററിൽ കൂടുതൽ അകത്തോട്ട് നടന്ന് കാണും. അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ രഥം കേട്ടോ. രഥത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യം കാണിച്ചത് ഏറ്റവും വലിയ രഥമാണ്. അങ്ങനെ 5 രഥങ്ങളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമത് കണ്ട രഥം അതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതായിരുന്നു. മൊത്തം തടിയിൽ പണിഞ്ഞ് എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ അതിൽ കുറേ പഴം, ഇതൊക്കെ അതിൽ വെക്കേണ്ടിയുള്ള സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. പഴം, നാരങ്ങ, കരിക്ക്, അതുപോലെ വാഴ, പിന്നെ വലിയ നാരങ്ങ ഉണ്ടല്ലേ, അത്, അങ്ങനെ ഒരുപാട് കരിമ്പ്, അങ്ങനെ കുറേ സാധനങ്ങൾ അതിൽ കാണാനായിട്ട് പറ്റി കേട്ടോ. അങ്ങനെ ഇതാണ് 3ാമത്തെ രഥം കേട്ടോ. അത് മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ചെറുതായിരുന്നു. അങ്ങനെ 3 രഥം നമ്മളിവിടെ വന്നപ്പോൾ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെ വീഡിയോ എടുക്കാനായിട്ട് വേറെ കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ന്യൂസ് ചാനലിലുള്ള റിപ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൽപ്പാത്തി തേര് കാണാൻ വന്ന ഭൂരിഭാഗം ആളുകൾക്കും കൽപ്പാത്തി തേരെന്തുവാന്ന് ഇതുവരെയും അറിയത്തില്ല. ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ കേട്ടോ.
അപ്പോൾ കൽപ്പാത്തി തേരെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു മനസ്സിൽ. അത് ഇതാരെ കൊണ്ട് ചോദിക്കുമെന്നറിയാനായിട്ട് ഇവിടെ എല്ലാം തിരക്കി നടന്നപ്പം വീട്ടിൻ്റെ മുറ്റത്ത് ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ട്. അപ്പൂപ്പൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ 10 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ കാര്യമല്ല, ഒരുപാട് സമയം വേണം. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പറയാൻ. അങ്ങനെ അപ്പൂപ്പൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കേട്ട് നോക്കുമല്ലോ, മനസ്സിലാവുന്നു. അവിടെ വന്ന് നിൽക്കും. ഈ ഗ്രാമത്തിൽ രഥവും അവിടെ വന്ന് നിൽക്കും. ചാത്തപ്പുറത്തെ ഗ്രാമത്തിൽ രഥം വന്ന് നിൽക്കും. പഴയ കൽപ്പാത്തി, ഓൾഡ് കൽപ്പാത്തി അതും വന്ന് നിൽക്കും. അങ്ങനെ 5 തേര് വന്ന് നിൽക്കും. വന്നിട്ട് 1 മണിക്കൂർ അവരുടെ അട്ടകാസമൊക്കെ കാണിക്കും. ചണ്ടകൊട്ടല അതായത് കാണിക്കും. എന്നിട്ട് അവർ ഇവിടുള്ളത് ആ ഗ്രാമത്തേക്ക് പോകും. അവിടെ ഉള്ളത് ഇങ്ങോട്ട് വന്ന് ചുറ്റി ആ സ്ഥാനത്ത് പോകും. ഈ തേര് വന്നിട്ട് ഇപ്പോൾ ഇന്ന് വലിക്കുന്ന തേര് ഇത് മാത്രം. ഇപ്പോൾ ഇതവിടെ കൊണ്ടു നിർത്തിയിട്ടില്ലേ, ഇത് വൈകുന്നേരം എന്നിട്ട് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് ഇടത്തിലെ അച്ഛൻ്റെ ഉമ്മത്ത് വന്ന് നിൽക്കും. എന്നിട്ട് അങ്ങനെ വന്ന് ഉച്ചശേഷം ഇവിടെ നിൽക്കും. ഇത് ഇവിടെ സ്ഥാനത്ത് മൂന്നാമത്തെ ദിവസം സ്ഥാനത്ത് വന്ന് നിൽക്കും. അവർ വന്ന് ചോദിച്ചെടുത്തു. ഈ കാണുന്ന 1 റുപ്യ 2 റുപ്യ വണ്ടേ ഉണ്ട്. ഇപ്പോൾ അതേ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. അതെ, ദേവസ്വക്കാരൻ അവർക്ക് തന്നെ അകത്തായിട്ടൊരു അച്ഛ, അവർക്ക് തന്നെ അധികാരം, അവർ തന്നെ നടത്തുള്ളൂ. അപ്പൂപ്പൻ്റെ വർത്താനം എല്ലാം ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. കുറച്ച് നേരം നിന്ന് കേട്ടിട്ട് ഞങ്ങളിങ്ങ് പോന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ഓക്കെ, ബായ്.